Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലെ സ്വപ്നങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. എന്താണ് പിന്നെ പഠിച്ചത്? നമ്മുടെ ദേശീയഗാനത്തിൻ്റെ രചയിതാവായ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച കൃതിയാണ് ഗീതാഞ്ജലി അല്ലേ. അപ്പോൾ നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്കിനി അടുത്ത പാഠം നമുക്കിനി പഠിക്കാനുള്ളത് ഒരു കഥയാണ്. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇപ്പോൾ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായയെക്കുറിച്ചിട്ടുള്ള കഥയാണ്. നമ്മൾ പലതരത്തിലുള്ള കഥകൾ കേട്ടിട്ടുണ്ട് അല്ലേ. പക്ഷികളെക്കുറിച്ചിട്ട്, മൃഗങ്ങളെക്കുറിച്ച്, അല്ല മനുഷ്യന്മാരെക്കുറിച്ച്, മരങ്ങൾ, അങ്ങനെ പലതിനെക്കുറിച്ച് നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു നായ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളൊരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല മുമ്പ് അല്ലേ. അപ്പം അങ്ങനെയുള്ള കഥകൾ നമ്മുടെ മലയാള സാഹിത്യത്തിൽ വേറെ ഉണ്ട്. വെള്ളപ്പൊക്കത്തിൽ നിന്നൊരു കഥ, അതുപോലെ നായേനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ളൊരു കഥയാണ്. യജമാനനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന തകഴിയുടെ കഥ. ഈ കഥ ഷേഖൂട്ടി എന്നാണ് ഈ നായയുടെ പേര്. നമുക്ക് പഠിക്കാനുള്ള അടുത്ത കഥ ഞാൻ പറഞ്ഞല്ലോ, ഒരു നായയെ കുറിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ആ നായയുടെ പേര് ഷേഖൂട്ടി എന്നാണ്. അപ്പോൾ ഈ കഥ എഴുതിയതാരാണ്? നമ്മുടെ മലയാളത്തിലെ പ്രിയ കഥാകാരനായ ടി പത്മനാഭൻ ആണ് ഈ കഥ എഴുതിയത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയണ്ടേ? ടി പത്മനാഭനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. ആധുനിക മലയാള സാഹിത്യത്തിലെ ഒരു ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ. 1931 ഫെബ്രുവരി 5 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് തിണക്കൽ പത്മനാഭൻ എന്നാണ്. കവിതയുടെ വരമ്പത്തുകൂടി സഞ്ചരിക്കുന്നവ എന്ന് ഇദ്ദേഹത്തിൻ്റെ കവിതകളെ വിശേഷിപ്പിക്കാറുണ്ട്. ലാളിത്യമുള്ള കഥകളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളിൽ അധികവും. കരുണയും സ്നേഹവും ആർദ്രതയും വാക്കുകൾ കൊണ്ട് അനുഭവിപ്പിച്ച മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനാണ് ടി പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പ്രകാശം പരത്തുന്ന പെൺകുട്ടി, മഖൻ സിംഗിൻ്റെ മരണം, ഗൗരി, കടൽ എന്നിവയാണ്. ടി പത്മനാഭൻ്റെ പ്രധാന കൃതികളെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ കേട്ടു അല്ലേ. ഇനി നമുക്ക് ഷേഖൂട്ടിയെ കുറിച്ചിട്ട് പറയാം. ഷേഖൂട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നീളമുള്ളൊരു കഥയാണ്. അത് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാനില്ല, വളരെ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഒരു ഇടയ്ക്കുന്നായതുകൊണ്ട് നിങ്ങൾക്ക് ആ കഥ മുഴുവൻ അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് വായിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ആ കഥ വളരെ ചുരുക്കി നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. പണ്ട് ദാമു എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. ഈ ആള് ഒരു ദിവസം ഒരു തൈക്കുണ്ടിൽ നിന്ന് ഇയാൾക്ക് ഒരു നായക്കുട്ടീനെ കിട്ടി. തൈക്കുണ്ടിൻ്റെ ഉള്ളിൽ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പം അതിൽ നല്ല തുടുത്ത ഓമനത്തുള്ളൊരു നായക്കുട്ടി ഉണ്ടായിരുന്നു. അതിന് ഇയാൾക്ക് വളരെ ഇഷ്ടമായി. ആ നായക്കുട്ടീനെ ഇയാൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ നായക്കുട്ടീനെ ഷേഖൂട്ടി എന്ന് പേരിട്ടിട്ട് വളർത്തി. വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു ഷേഖൂട്ടീനെ. പാലൊക്കെ കൊടുത്ത് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഷേഖൂട്ടി നല്ല മിടുക്കാനായി. അപ്പം എല്ലാവർക്കും ഷേഖൂട്ടിയോടുള്ള സ്നേഹം വളരെ ഇങ്ങനെ കൂടി വന്നു. അതുപോലെ ഷേഖൂട്ടി വലുതാവും തോറും ഷേഖൂട്ടിയുടെ പരാക്രമങ്ങളും വളരെയധികം കൂടി വന്നു, കുറുമ്പുകളും വളരെയധികം കൂടി വന്നു. ഷേഖൂട്ടിയുടെ അനുവാദമില്ലാതെ ഒരു പക്ഷിക്ക് പോലും അവരുടെ പറമ്പിൽ കൂടി പറക്കാൻ പറ്റിയിരുന്നില്ല. ഒരു പൂച്ചയോ പശുവോ നായയോ ആരെങ്കിലും ഷേഖൂട്ടിയുടെ കണ്ണിൽ പെട്ട ഷേഖൂട്ടി അവരെല്ലാം കടിച്ച് ഓടിക്കും. ഓരോരുത്തർ മനുഷ്യന്മാർക്കടക്കം ഷേഖൂട്ടീനെ പേടിയായി തുടങ്ങി. ഷേഖൂട്ടി വലുതാവും തോറും ഷേഖൂട്ടിയുടെ കുറുമ്പും കൂടി വന്നു. അപ്പം പലപ്പോഴും ദാമ പറയും, ഷേഖൂട്ടി നീ എന്തിനാ അങ്ങനെ കുറുമ്പ് കാട്ടണേ? കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടോ. എന്നാലും സ്നേഹത്തോടു കൂടി തലോടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഷേഖൂട്ടി ഇങ്ങനെ അനുസരണയോടുകൂടി കാലിന് മുട്ടി ഒരുമി ഇങ്ങനെ നിൽക്കും. പക്ഷെ എന്നിരുന്നാൽ കൂടി ഷേഖൂട്ടിക്ക് ദാമുവിനോട് മാത്രമായിരുന്നു കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. മറ്റുള്ള ആൾക്കാരോടൊന്നും ഷേഖൂട്ടിക്ക് അങ്ങനെ അടുപ്പുണ്ടായിരുന്നില്ല. ഷേഖൂട്ടിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു അയൽവക്കത്തൊരു വീടുണ്ടായിരുന്നു തൊട്ടടുത്ത്. അവിടെ റോസി എന്നൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഷേഖൂട്ടിയുടെ ഒരു ഫ്രണ്ടാണ് കറുത്ത വെൽവെറ്റ് പോലുള്ള രോമങ്ങളൊക്കെ ഉള്ള, ചെവി ഇങ്ങനെ താഴത്തേക്ക് വീണ് കിടക്കുന്ന ആ റോസിയെ ഷേഖൂട്ടിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അതുപോലെ റോസിക്കും ഷേഖൂട്ടിയെ നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ ഷേഖൂട്ടി റോസിയും കൂടി വേലിക്കരികിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് റോസിയുടെ യജമാനൻ കാണും.
പക്ഷെ റോസിയുടെ യജമാനൻ ഇവർ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമായില്ല. അപ്പം എന്ത് ചെയ്തു, ഈ റോസിയുടെ യജമാനൻ അടുക്കളയിൽ പോയി ഒരു വിറകിൻ്റെ കൊള്ളി കൊണ്ടുവന്ന് ഷേക്കുട്ടീനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഒരു ഏറെ അങ്ങോട്ട് എറിഞ്ഞു. പക്ഷെ കൊണ്ടത് റോസിയുടെ കാലിലായിരുന്നു. റോസിയുടെ കാല് ഒടിഞ്ഞു. റോസി ഉറക്കെ നല്ലോലിയായി കരച്ചിലായി. ഷേക്കുട്ടിക്ക് ആകെ സങ്കടമായി. ഷേക്കുട്ടി ഒന്നും മിണ്ടാതെ നടന്നുപോയി. പക്ഷേ റോസിയുടെ യജമാനന് ഇഷ്ടമായിരുന്നില്ല ഷേക്കുട്ടീനെ. എന്താ വെച്ചാൽ എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഈ റോസിയുടെ യജമാനന് ഷേക്കുട്ടീനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം ഷേക്കുട്ടി അന്ന് രാത്രി ഭക്ഷണമൊന്നും കഴിച്ചില്ല. സങ്കടമായി ഷേക്കുട്ടിക്ക്. പിറ്റേ ദിവസം ദാമു നടക്കാനിറങ്ങിയപ്പോൾ ഷേക്കുട്ടി ഒപ്പം കൂടി ഇറങ്ങി രാമുവിൻ്റെ കൂടെ. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ അതാ റോസിയുടെ യജമാനൻ പാടത്തെത്തിയ ഒരു പാടിൻ്റെ വരമ്പത്ത് കൂടെ അങ്ങ് നടക്കുന്ന സമയത്ത് റോസിയുടെ യജമാനൻ അതാ നടന്ന് വരണ സമയത്ത് പെട്ടെന്ന് ഇയാൾക്ക് പേടിയായി ഷേക്കുട്ടീനെ കണ്ടപ്പോൾ. അന്ന് തലേദിവസം എറിഞ്ഞതല്ലേ. അപ്പോൾ ഷേക്കുട്ടിയുടെ ദാമുവിനോട് ഈ റോസിയുടെ യജമാനൻ ചോദിച്ചു, നായ കടിക്കുന്നില്ലല്ലോ? ഷേക്കുട്ടി കടിക്കൊന്നുമില്ല, അവൻ നല്ല നായ, അപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് ദാമു പറഞ്ഞു. പക്ഷേ കുറച്ച് ദൂരം അങ്ങനെ മുമ്പിലേക്ക് നടന്ന വശം ദാമു ഭയങ്കര ഒരു ശബ്ദം കേട്ട് പിന്നിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടത്? അതാ ഇയാളെ ഷേക്കുട്ടി കടിച്ചു ഉരുട്ടുക. ഇയാളെ കാലുമെന്ന് കുറച്ച് മാംസം അങ്ങോട്ട് കടിച്ച് പറിച്ചെടുത്ത് ഇങ്ങനെ ചോര ഒഴുകുക. ഇത് കണ്ട് ഷേക്കുട്ടിക്ക് വലിയ വിഷമായി. ഷേക്കുട്ടിക്ക് ദാമുവിന് വലിയ വിഷമായി. ദാമു ഷേക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും ദാമുവിൻ്റെ അച്ഛനൊക്കെ ദാമുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. നായ്ക്ക് മീനും ഇറച്ചിയൊക്കെ കൊണ്ടുകൊടുത്തിട്ട് ഇപ്പോൾ നായനെ വഷളാക്കി. നായയുടെ സ്വഭാവം കണ്ടില്ലേ, ഇപ്പം എല്ലാവരെയും കടിച്ച് നാട്ടുകാരുടെ മുഴുവൻ വിദ്വേഷത്തിന് നമ്മൾ പാത്രമാവുകയാണ്. എങ്ങനെയെങ്കിലും നായനെ കൊണ്ട് കളയേ അല്ലെങ്കിൽ ആ നായനെ കൊല്ലേ എന്ന് പറഞ്ഞു. ദാമുവിന് പക്ഷെ കൊല്ലാനുള്ള മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ദാമു അച്ഛനും ഭയങ്കര വലിയ ദേഷ്യമായി ഈ നായയോട്. അപ്പോൾ അവസാനം അച്ഛൻ പറഞ്ഞു, ഒരു വെടിക്കാരനെ കൊണ്ടുവരും, വെടി വെച്ച് കൊല്ലവനെ മതി. ഇങ്ങനത്തെ നാട്ടുകാർക്ക് മുഴുവൻ ദോഷം കടിച്ചുരുട്ടുന്ന ആൾക്കാരെ നായ്ക്കളിനും നമുക്ക് വേണ്ട. എല്ലാവരുടെയും പരാതി നമുക്ക് ഇതാവും, നല്ലതിനല്ല, നമുക്ക് അതിന് മുഴുവൻ പരാതി തീർക്കാൻ നടക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് വെടി വെക്കാൻ ഒരാളെ കൊണ്ടുവന്നു. പക്ഷേ ഈ ദാമുവിൻ്റെ സങ്കടം നമുക്ക് ഷേക്കുട്ടി നല്ല നായയാണ്, അവ ഒന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവസാനം വെടിവെക്കാൻ വന്ന ആൾ തിരിച്ചുപോയി. കൊല്ലാൻ ദാമുവിന് മനസ്സ് അനുവദിച്ചില്ല. പക്ഷേ ദാമു ഒരു തീരുമാനം എടുത്തു. ഷേക്കുട്ടീനെ പകലൊക്കെ ചങ്ങലക്കിടാൻ തീരുമാനിച്ചു. പകലൊക്കെ അതൊക്കെ ചങ്ങലക്ക് ഇട്ട. പക്ഷേ ഷേക്കുട്ടിക്ക് ആദ്യം കുറേ ബഹളം വെച്ചു. ഷേക്കുട്ടി നിലമൊക്കെ മണ്ണൊക്കെ മാന്തി ഇതാക്കാൻ തുടങ്ങി. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ രാത്രിയായി. ഇപ്പോൾ ദാമുവിന് പാവം തോന്നി. അപ്പോൾ ദാമു എന്ത് ചെയ്യുന്നത്, ദാമു കിടക്കാൻ പോണ സമയത്ത് ഷേക്കുട്ടിയുടെ ചങ്ങല അഴിച്ചിടും. അപ്പോൾ അതങ്ങനത്തെ ആ സമയത്താണ് ഷേക്കുട്ടിക്ക് വളരെ സന്തോഷമുള്ള സമയമാണ്. ഷേക്കുട്ടി കുറേ പറമ്പിലൊക്കെ കിടന്ന് ഇങ്ങനെ ഓടും. അതുവരെ അങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി നടന്നിരുന്ന ഷേക്കുട്ടി പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ ചങ്ങലക്കിടുമ്പോൾ ഭയങ്കര നമുക്ക് ആർക്കും വിഷമം ഉണ്ടാവില്ലേ. അങ്ങനെ ഷേക്കുട്ടിക്ക് രാത്രി അങ്ങോട്ടാവുക ഷേക്കുട്ടി കാത്തിരിക്കുക ചങ്ങലിന്ന് പുറത്ത് കിടക്കാമല്ലോ. അങ്ങനെ ഒരു ദിവസം ഷേക്കുട്ടി രാത്രിയായി ചങ്ങല ഊരി ദാമു ഉറങ്ങാനും പോയി. പക്ഷേ രാത്രി ഷേക്കുട്ടി ഇങ്ങനെ കുറേ പറമ്പിലൊക്കെ ഓടി നടന്ന് അവസാനം ഉമ്മർത്ത് വന്ന് കിടക്കും. പക്ഷെ അപ്പോഴും ഷേക്കുട്ടി കുറുമ്പ് കാണിച്ചു തുടങ്ങി. രാത്രി വയൽ കാക്കാൻ പോകുന്ന ആൾക്കാരെ, സിനിമ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെ ഒക്കെ ഷേക്കുട്ടി കടിക്കാൻ തുടങ്ങി. അപ്പോൾ ദാമുവിൻ്റെ അച്ഛൻ ഇനി ഈ നായ ഒരാളെ കടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിനെ ചങ്ങലക്കിട്ടു. പുറത്തേക്ക് ഇറങ്ങണ്ട, രാത്രി അയച്ചിട്ടുണ്ട, അവിടെ കിടക്കട്ടെ എന്നിട്ട് അവിടെ ഇട്ടു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദാമുവിന് ജോലി സംബന്ധമായ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ ദാമു പറഞ്ഞ് വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ദാമു പോയത് കേട്ടോ. ഷേക്കുട്ടി നന്നായിട്ട് നോക്കണം, ഭക്ഷണമൊക്കെ സമയത്ത് കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ ദാമു പോയതോടുകൂടി വീട്ടുകാർ ഷേക്കുട്ടീനെ തീരെ ഗൗനിക്കാണ്ടായി. ഭക്ഷണം കൊടുക്കാണ്ടായി, ചങ്ങല ഒന്നും ഊരാണ്ടായി, ചങ്ങല എപ്പോഴും ചങ്ങലയായി, ഭക്ഷണ സമയത്ത് കൊടുക്കാണ്ടായി. അങ്ങനെ ഒരു ദിവസം ആ വീട്ടിലത്തെ കുട്ടി ഷേക്കുട്ടിയുടെ അടുത്ത് വന്ന സമയത്ത് ഷേക്കുട്ടി അതിനെ മാന്തു എന്തോ ചെയ്തു. കുട്ടിയുടെ കയ്യിൽ നിന്ന് ചോര വന്നു. അങ്ങനെ വീട്ടിലത്തെ ആളെ കൂടി ഈ നായ മാന്തുക എന്നുള്ള അവസ്ഥ വന്നതോട് കൂടിയിട്ട് എല്ലാവർക്കും വളരെ ദേഷ്യമായി. കുട്ടീനെ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോയി. നായ്ക്ക് എല്ലാവരും പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും കടിക്കല്ലേ ഈ നായ, ഈ നായക്ക് പേണ്ടാവും, ഭ്രാന്തളിക്കിട്ടാണ് ഈ നായ നടക്കുന്നത്. അപ്പോൾ ഈ നായനെ നമുക്കിനി ഇവിടെ തന്നെ കെട്ടിയിടാൻ നല്ലത്. അപ്പോൾ ആരോ ചില ആൾക്കാർ പറഞ്ഞു, നമുക്ക് അടിച്ചു കൊല്ലാം, പേളകിയ നായക്കൾ അടിച്ചു കൊല്ലല്ലേ ചെയ്യാം
അപ്പോൾ അതിൽ ബുദ്ധിയുള്ള ഒരാൾ പറഞ്ഞു അടിച്ചു കൊല്ലണ്ട, 40 ദിവസം നമ്മൾ ആ നായേനെ വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കൊല്ലാൻ ഒക്കെ നോക്കണ്ട, ഇപ്പം ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഈ നായയുടെ പാവം വായ തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഇരുമ്പിൻ്റെ ഒരു പട്ടായി മൂക്കിൻ്റെ മുകളിലായിട്ടാണ് കെട്ടിയിട്ട് അതിനൊരു ഇരുമ്പിൻ്റെ ഒരു പോട്ടും ഇവർ ഉണ്ടാക്കി വെച്ച് കൊടുത്തു. പാവം ഷേക്കുട്ടിക്ക് വെള്ളം പോലെ ഇറക്കാൻ പറ്റാതായി. ഷേക്കുട്ടിക്ക് ഇവർക്കൊക്കെ വിഷമുണ്ട് ഷേക്കുട്ടിക്ക് എന്നാണ് ഇവരുടെ എല്ലാം വിചാരം. വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നടന്ന് കടിക്കല്ലേ. അങ്ങനെ ഈ ഷേക്കുട്ടിയിൽ ചങ്ങലക്കിട്ട് കുട്ടി ഒരു ദിവസം കുറേ പരിശ്രമിച്ചിട്ട് ഈ ചങ്ങല പൊട്ടിച്ച് ഓടി എങ്ങോട്ടൊന്നുമില്ലാതെ ഓടി അവസാനം ഷേക്കുട്ടി ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഷേക്കുട്ടി തളർന്ന് വീണു. അപ്പോൾ ഷേക്കുട്ടി അപ്പോൾ തളർന്ന് കിടക്കുമ്പോഴും കഴുകന്മാർ വന്ന് ഷേക്കുട്ടീനെ കൊത്തി തിന്നാൻ നോക്കുമ്പോഴും ഒക്കെ ഷേക്കുട്ടി എന്താ വിചാരിക്കുന്നത്, എൻ്റെ ദാമു ഇപ്പോൾ വരും, എൻ്റെ യജമാനൻ എന്നെ ഇപ്പോൾ കൊണ്ടുപോകും, എന്നെ ഈ അവസ്ഥയിൽ യജമാനൻ ഒരിക്കലും ഇട്ട് പോവില്ല, എന്നെ കൊണ്ടുപോകാൻ തിരിച്ച് കൊണ്ടുപോകും, എനിക്ക് എൻ്റെ ഈ ചങ്ങലപ്പൂട്ടെല്ലാം എൻ്റെ വായിലത്തെ മുഖത്തിൻ്റെ ഈ ഇരുമ്പ് പട്ടയെല്ലാം ഊരും, ഞാൻ പഴയ പോലെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കും, എനിക്ക് വീണ്ടും ഇനി റോസിയെ കാണാൻ പറ്റും എന്നുള്ള ആ ചിന്തയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് പക്ഷെ ഒരിക്കലും ദാമു ഈ ഷേക്കുട്ടി അന്വേഷിച്ച് വരികയോ ഒന്നും ഉണ്ടായില്ല. ആ സമയത്ത് മരണാസന്നനായിട്ട് കിടക്കുകയാണ്, മരിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം ആർക്കും ഷേക്കുട്ടിക്ക് അറിയണില്ല. ഷേക്കുട്ടി ഇങ്ങനെ മരിച്ചിങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോൾ ഒരു കഴുകൻ വന്നിട്ട് ഈ ഷേക്കുട്ടീനെ അങ്ങോട്ട് കൊത്തും. മരിക്കാറായി കിടക്കുന്ന അടുത്തല്ലോ ശവന്തീനി പക്ഷിയാണല്ലോ കഴുകൻ. അത് വന്ന് കൊത്തുമ്പോൾ ഈ ഷേക്കുട്ടിക്ക് തോന്നുന്നത് എന്താ, എന്നെ ദാമു വന്ന് വിളിക്കുകയാണ് എന്നാണ് ഷേക്കുട്ടിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോൾ മരിക്കുന്ന സമയത്തും ഷേക്കുട്ടിയുടെ മനസ്സിൽ ദാമുവിനോടുള്ള ആ സ്നേഹമാണ്, ദാമു വന്ന് വിളിക്കുകയാണ് എന്ന് മാത്രമാണ് ഷേക്കുട്ടിക്ക് ആ സമയത്ത് തോന്നുന്നത്. അങ്ങനെ ഷേക്കുട്ടി മരിക്കുകയാണ് അവിടെ കിടന്നിട്ട്. ആരും ഷേക്കുട്ടീനെ രക്ഷിക്കുന്നില്ല. അവസാനം അങ്ങനെയാണ്, കഴുകൻ വന്ന കൊത്തുന്ന ആ സമയത്ത് പോലും ഷേക്കുട്ടി ആരെ വിചാരിക്കുന്നത്, എൻ്റെ യജമാനനാണ് എന്നെ വന്ന് വിളിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ ഭാഗത്തോടു കൂടി കഥ അവസാനിക്കുകയാണ്. വളരെ നല്ലൊരു കഥ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ നായ്ക്കളേനൊക്കെ? എല്ലാവരും മിക്കവരുടെ വീട്ടിലുണ്ടാവില്ലേ നായയും പൂച്ചയൊക്കെ. അപ്പം നമ്മളെ പോലെ തന്നെ അവരും അനുകമ്പയും സ്നേഹമൊക്കെ അർഹിക്കുന്ന ഒരു ജീവികളാണ് അല്ലേ. അവർക്കൊരു ജീവനുണ്ട്, ഒരു മനസ്സുണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അല്ലേ. നമുക്കിനി ബാക്കി ശരിക്ക് കഥ അടുത്ത ക്ലാസ്സിൽ തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഇതാണ് ഷേക്കുട്ടിയുടെ കഥ. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ, മനസ്സിലായില്ല എല്ലാവർക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. കുറച്ച് ഞാൻ നോട്ട്സ് തരുന്നുണ്ട് കേട്ടോ, അതൊന്ന് എഴുതിയെടുത്തോളൂ. ബാക്കി നമുക്ക് ടെസ്റ്റ് പേപ്പർ എഴുതാൻ ശ്രമിക്കണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. നന്ദി, നമസ്കാരം.